ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒക്കെ കൺമുന്നിൽ വരുന്ന പല കാഴ്ചകളിൽ ചിലരെങ്കിലും കണ്ടൊരു കാഴ്ച ഉണ്ടാകും. വളരെ ചെറിയൊരു കുട്ടി, അവൻ്റെ കൈ തകർന്നു പോയിട്ടുണ്ട്. അവനോട് റിപ്പോർട്ടർ ചോദിക്കുകയാണ്, മോൻ ഏറ്റവും പേടിയുള്ള കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഉത്തരം, ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലാകുമ്പോൾ ബോംബർ വിമാനങ്ങളുടെ ശബ്ദം കേൾക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഓടും. ജീവിതത്തിൽ ഏറ്റവും ഭയക്കുന്ന കാര്യം അതാണ് എന്നാണ്. നമ്മൾ ഈ ഈദ് മുസല്ലയിൽ ഇരിക്കുമ്പോൾ അത്തരം എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി പോലും ഇല്ലാത്തതിന് ജീവിതത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറഞ്ഞിരുന്നോ എന്നത് നമ്മൾ ആലോചിക്കണം. ജീവിതത്തിൽ നമ്മൾ അൽഹംദുലില്ലാ പറയാത്ത 100 അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. യുദ്ധക്കെടുതികളും പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികളും ഗസയിലെ കുഞ്ഞുങ്ങളും ഒക്കെ നിരന്തരം വാർത്തകളിൽ നിറയുമ്പോഴൊക്കെ ഞാനും എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ മക്കളും അങ്ങനെയല്ലല്ലോ എന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ, മനസ്സറിഞ്ഞ് സ്തുതിക്കാൻ നമുക്ക് എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട്? അവിടെ ഇരുന്നു അത്യാവശ്യമുള്ളവർ നിന്നാൽ മതി, അല്ലാത്തവരിരുന്ന് ശ്രദ്ധിച്ചു. നമുക്ക് ഓരോരുത്തർക്കും യഥാർത്ഥത്തിൽ അത്തരം ഒരു ചിന്ത ഈ സന്ദർഭത്തിൽ ആവശ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഗസയിലെ കുഞ്ഞുങ്ങളുടെയൊക്കെ ശരീരത്തിലെ അവയവങ്ങളിൽ മാതാപിതാക്കൾ പേരുകൾ എഴുതി വെക്കുകയാണ്, പേരും അഡ്രസ്സൊക്കെ എഴുതി വെക്കുകയാണ്. പൊട്ടിച്ചിതറിയതിന് ശേഷം കിട്ടുന്നത് ശരീരത്തിലെ ഏത് അവയവമാണോ ആ അവയവം എൻ്റെ കുഞ്ഞിൻ്റെതാണ് എന്ന ബോധ്യത്തോടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടേതാണെന്നുള്ള ബോധ്യത്തോടെ മണ്ണിലേക്ക് വെക്കാം, ഖബറിലേക്ക് വെക്കാം എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു വചനം ഈ സന്ദർഭത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ടതാണ്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സിർബിഹി. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥമായി നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, യാതൊരു തര ഭയങ്ങളും നിങ്ങളെ വേട്ടയാടുന്നില്ലെങ്കിൽ, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് താമസയോഗ്യമാണെങ്കിൽ, അത് ചിലപ്പോൾ ഒരു ടാർപോളിൻ ഷീറ്റ് 4 ഭാഗത്തേക്ക് വലിച്ചു കെട്ടിയ ഒരു താൽക്കാലിക വീടാകാം, അത് ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ 0 ബൾബുകൾ മിന്നിത്തിളങ്ങുന്ന അലങ്കൃതമായ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ വലിപ്പത്തിലേക്കും ആകാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിർബ് എന്ന് പറഞ്ഞതിന് ആ അർത്ഥമൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥരാണെങ്കിൽ, മുആഫൻ ഫി ജസദിഹി, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇരിക്കാനും നടക്കാനും ഒക്കെ പറ്റും, ഉദ്ദേശിക്കണ പോലെ വരാനും പോകാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇൻദഹു ഖൂത്ത് യൗമിഹി, അന്നാന്ന് കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, രാവിലത്തെ ഫുഡ് രാവിലെ ഉണ്ട്, ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉച്ചത്തേക്കുണ്ട്, നാളത്തേക്കുണ്ടോന്ന് അറിയില്ല, ഇന്നത്തേക്കുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, ദുന്യാവ് മുഴുവൻ പടച്ചോൻ പതിച്ച് നൽകിയവരെ പോലെയാണ് നിങ്ങൾ എന്നാണ്. ഈ ഹദീസിന്റെ ഒന്നും അർത്ഥം പശ്ചിമേഷ്യയും അനുബന്ധങ്ങളൊന്നും മുന്നിൽ വെക്കാതെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകൂല. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇടയിൽ തന്നെ എത്ര മനുഷ്യരുണ്ട്, വേദന തിന്ന് കഴിയുന്ന എത്ര ആളുകളുണ്ട്, വീട്ടിന്റെ ഉള്ളിൽ ഒന്ന് ഉറങ്ങാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. മകനോ ഭാര്യയോ വാപ്പയോ ആരൊക്കെയോ ഈ രാത്രിയിൽ ഞാനൊന്ന് കണ്ണമർത്തി ഉറങ്ങുമ്പോ ഒരുപക്ഷെ അവരുടെ ഉള്ളിലെ മാനസിക അസ്വസ്ഥതകളും രോഗങ്ങളും അവരെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി തൊട്ടുമുന്നിലെ വീട്ടിലെ കിണറ്റിൽ ചാടി മരിക്കാൻ ഒരുങ്ങുന്ന, അല്ലെങ്കിൽ തന്നെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. ഇതുപോലത്തെ ഒരു പെരുന്നാൾ ദിനം ഞാൻ ഓർക്കാണ്. അങ്ങ് നമ്മൾ സാധാരണ പറയും കുതിരവട്ടത്താക്കണം എന്നെയെന്ന്, കുതിരവട്ടത്താക്കണമെന്ന്. വിശ്വയൂത്തിന്റെ സ്നേഹസ്പർശം പദ്ധതിയുടെ കീഴിൽ വർഷങ്ങൾക്ക് മുമ്പ് കുതിരവട്ടത്തെ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയി. ഞങ്ങള് കുതിരവട്ടത്തെ മനുഷ്യരുടെ കൂടെ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോയി. അപ്പൊ സെല്ലുകളിൽ അടക്കപ്പെട്ടിരിക്കുകയാണ് അവര്. എന്താ സെല്ലിലടക്കാൻ കാരണം? അവരുടെ വീട്ടിലൊക്കെ ആ പെരുന്നാൾ ദിവസം ഭക്ഷണം വിളമ്പുന്നുണ്ട്, അവിടെ ഒരു കസാര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആരൊക്കെ മറന്നാലും അവരുടെ പ്രിയപ്പെട്ട ഭാര്യ ആ മനുഷ്യനെ ഓർക്കുന്നുണ്ടാകും, ആരൊക്കെ മറന്നാലും അവരുടെ പ്രിയപ്പെട്ട ഉമ്മ അവനെ ഓർക്കുന്നുണ്ടാകും. കൊണ്ടുവരാൻ പറ്റൂല, കൊണ്ടുവന്നാൽ കിട്ടിയത് കയ്യിലെടുത്തിട്ട് അടിക്കുകയോ കൊല്ലുകയൊക്കെ ചെയ്യും. അപ്പൊ വേറെ നിർവാഹമൊന്നുമില്ല, നേരെ കൊണ്ടുപോയി മെഡിസിനുകൾ കൊടുത്ത് മയക്കിയിടുക, സെല്ലിന്റെ ഉള്ളിലാക്കുക. അവിടെ ആകുമ്പോൾ ഗവൺമെന്റ് സിസ്റ്റമാണ്, വലിയ പൈസ ഒന്നും ആവശ്യമല്ല. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ വ്യത്യാസത്തിലാണ് ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ഏതോ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സെല്ലിനും നമുക്കുമിടയിൽ വളരെ ചെറിയ ദൂരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, അത്തരം മനുഷ്യർ അവരൊക്കെ ഉണ്ടാകുമ്പോ ഒക്കെ നമ്മൾ ആലോചിക്കണം. ഇവിടുന്ന് അധിക ദൂരമല്ല മണ്ണാർക്കാട്ടേക്ക്. നമ്മുടെ ഭക്ഷണത്തിന്റെ പദ്ധതി ഞാൻ ഖുത്ബകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം, ഒരു വീട്ടിലെ ഒരു മാസത്തെ ഭക്ഷണം എന്നുള്ള നമ്മുടെ പദ്ധതി, ട്രീറ്റ് പദ്ധതി 2000 രൂപയാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു വീട്ടിൽ ചെന്നപ്പോ ഒരു സഹോദരി പറഞ്ഞെന്താ അറിയോ? എന്റെ സുഹൃത്ത് മുജീബ് സലഫിയോട് ഞാൻ ആളെ കോട്ട് ചെയ്യണത് നമ്മളെ നാട്ടിന്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാകുമോ എന്ന് വിശ്വസിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തോട് മോനെ, എനിക്ക് ഭക്ഷണം
അത്ര നിർബന്ധമല്ല, എനിക്കൊരു ടോയ്ലറ്റാ വേണ്ട. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ പറയാണ്, ഒരു ടോയ്ലറ്റാ വേണ്ട. ഞാന് ഇവിടെ ഈ വിറക് വരന്റെ അവിടെ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അപ്പിട്ടിട്ട് അത് മൂടുക ചെയ്യുക, ഓരോ ദിവസവും അതാ ചെയ്യുക. പറമ്പുമില്ല, ഒന്നുമില്ല, പോകാനും പറ്റൂലല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ എന്നാണ്. ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ ഹദീസുകൾ ഒന്നുകൂടി വായിച്ചു നോക്ക്. മൻ അസ്ബഹ മിൻകും ആമിനുൻ ഫീ സർബിഹി, നിങ്ങളിൽ ആരാണോ നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥമായി താമസിക്കുന്നത്, ഭയരഹിതമായി താമസിക്കുന്നത്, മുആഫൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ ആരോഗ്യത്തോടെ ജീവിക്കുന്നത്, ഇൻദഹു ഖൂതു യൗമിഹി, അന്നാന്നേക്കുള്ള ഭക്ഷണം അവന്റെ അടുത്തുള്ളതെങ്കിൽ, ഫകഅന്നമാ ഹീസത്തു ലഹു ദുനിയ, ദുനിയാവ് മുഴുവൻ പതിച്ചു കിട്ടിയവനെ പോലെയാണ് അവൻ എന്നാണ്. ഈ സഫ് തന്നെ നമ്മുടെ ഗാർണൂർ ഉമറാക്ക് ഇരിക്കുന്നുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും വിഷമങ്ങളും അദ്ദേഹത്തിനുണ്ട്. വേറെയും ആളുകളുണ്ട്, അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയണത്, പശ്ചിമേഷ്യയെ നമ്മൾ വിലയിരുത്തേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. പശ്ചിമേഷ്യക്ക് വേണ്ടി വൈകാരികമായി കമന്റ് ഇടുന്നിടത്ത് മാത്രമല്ല, അവിടേക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നിടത്ത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായ പരിശോധനകളില്ലെങ്കിൽ നാളെ നമ്മളും ഇത്തരം അവസ്ഥകളിലേക്ക് പോകും. നോക്കൂ നിങ്ങൾ, നമുക്കൊക്കെ നമ്മളെ കുറിച്ച് പരാതിയാണ് അല്ലെ. അള്ളാഹുവിന്റെ റസൂൽ പറയാ, അർബഉ മിന സഅദാത്ത്, 4 കാര്യങ്ങൾ മഹാ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. ഒന്ന്, അൽ മർഅത്തു സ്വാലിഹ, നല്ലൊരു ഇണയെ കിട്ടി. അവൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൻ കരിഹ മിൻഹാ ഖുലുഖുൻ റളിയ മിൻഹാ ഉഖറ, നിന്റെ പെണ്ണിൽ നിനക്ക് ചില കാര്യത്തിലൊക്കെ ഭയങ്കര അതൃപ്തി ഉണ്ട്. അവക്കിപ്പോ നീ കെട്ടിയ അന്നത്തെ പോലെ അത്ര ചൊറുക്കും ചെയ്യലൊന്നുമില്ല. നീ റീൽസിലും ഷോർട്സിലും ജീവിക്കണോണ്ട് ഒരു പ്രസവക്കണ് കഴിഞ്ഞപ്പോ അവളെ വയറൊക്കെ ഒന്നാണ് ചാടി. അപ്പൊ നിന്റെ മനസ്സ്, നിന്റെ പെണ്ണും കടന്ന് വേറെ സ്ത്രീകളിലേക്ക് പോവുകയാണ് അല്ലെ. നീ ഓർത്തോ, അവൾക്ക് വേറെ എത്രയോ 100 കണക്കിന് ഗുണങ്ങളുണ്ട്. പെണ്ണിനെയാണ് പ്രവാചകൻ അവിടെ പറഞ്ഞത്, പെണ്ണിനെയാണ് സംരക്ഷിച്ചത്. പെണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതോ പ്രധാനമന്ത്രി തൊട്ട് ഇവിടുത്തെ ലിബറലുകളെ വരെ തേടിപ്പോകുന്ന പെൺകുട്ടികൾ ആലോചിക്കണം. എന്താ, ഇൻ റളിയ മിൻഹ ഇൻ കരിഹ മിൻഹ ഖുലുഖുൻ, അവൾ നിനക്ക് വല്ല സ്വഭാവത്തിലും നിനക്ക് വല്ല പ്രശ്നവും തോന്നിയാൽ റളിയ മിൻഹ ഉഖറ, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന 100 കണക്കിന് പ്രകൃതങ്ങളും സ്വഭാവങ്ങളും അവളിലുണ്ട്. തിരിച്ചാണും അങ്ങനെ തന്നെയാണ്. പ്രായം കൂടി വരും, ഒരു 10 വയസ്സൊക്കെ കൂടുതൽ ഉണ്ടാവും. പൊതുവെ പഴയ കല്യാണങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെ, ഒരു 5 വയസ്സ് എന്തായാലും കൂടുതൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാവണം. അപ്പോ ഷുഗർ തുടങ്ങിയിട്ടുണ്ടാകും, കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ എനിക്ക് മുപ്പര് വേണ്ടാന്നുള്ളടത്തേക്ക് പോവുകയല്ല വേണ്ടത്. പുതിയൊരു തൊഴിൽ കിട്ടി, ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു വരുമാനം കിട്ടി. അയാൾക്ക് വിവരമില്ലാത്ത കാലത്ത് അയാൾ ചിലപ്പോൾ ഗുണ്ടയെ പോലെ പെരുമാറിയിട്ടുണ്ടാകും. അതൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് പുറത്തു കൊടുക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഈ സൊഫിലിരുന്ന് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, ദീനിന്റെ പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? നമ്മളെ ദുന്യാവിന്റെ തടസ്സ പറയാ. നോക്ക് നിങ്ങൾ, നമ്മളെപ്പോലെ അനുഗ്രഹീതരായ വേറെ ആരാ അവിടെ ഉള്ളത്? വൽ മസ്കനുൽ വാസി, നിനക്ക് താമസിക്കാൻ പറ്റിയൊരു വീടുണ്ടെങ്കിൽ, വൽ ജാറു സ്വാലിഹ്, നല്ലൊരു അയൽവാസി ഉണ്ടെങ്കിൽ, വൽ മർക്കബുൽ ഹനി, നിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു വണ്ടി, ഇടക്ക് ഓഫാകാത്തൊരു വണ്ടി, ഇടക്കിടക്ക് ഓഫായി നിന്നു പോകാത്തൊരു വണ്ടി നിനക്കുണ്ടെങ്കിൽ നീ ആലോചിക്കണം. എന്താലോചിക്കണം? നീ ഭൂമിയിലെ മഹാ സൗഭാഗ്യവാനാണ്. മറ്റവന്റെ അക്കൗണ്ടിലേക്കും അവന്റെ വീടിന്റെ ലോണിലേക്കും പിന്നെ ലോഞ്ചിലേക്കും അതുപോലെ തന്നെ അവന്റെ സൗകര്യങ്ങളിലേക്കും അവന്റെ കാറിന്റെ മോഡലിലേക്കും അവന്റെ ഫോണിന്റെ മോഡലിലേക്കും നോക്കിയിട്ടല്ല ജീവിക്കേണ്ടത്. നീ നിന്നിലേക്ക് നോക്കണം, നിന്നെ കുറിച്ച് ആലോചിക്കണം അല്ലെ. നിനക്ക് ചിലപ്പോ ജീവിതത്തിൽ നീ നിൽക്കുന്നിടത്ത് നിന്ന് നീ ആത്യന്തികമായി മനസ്സിലാക്കിയ സത്യം ഉണ്ടാകും. അപ്പൊ ഈ സൊഫിലൊക്കെ വന്നിരിക്കണേ കുറച്ച് പണിയുണ്ട് അല്ലെ. ഈ സൊഫിൽ വന്നിരിക്കണവരെ തുറച്ചു നോക്കും, വൈകുന്നേരം ചായ കുടിക്കണോടത്ത് കമന്റ് കിട്ടും, അല്ലെങ്കിൽ ഞാൻ മരിച്ചാ എന്താകും എന്നുള്ള പേടി ഉണ്ടാകും അല്ലെ. അവിടെ നിനക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റണമെങ്കിൽ റബ്ബ് തന്ന മഹാ സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം എന്നാണ് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ഒരു പ്രവണത എന്താണ്? ഈ എഴുതു ഖുതുബ നിർബന്ധമായും അഡ്രസ് ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുക. കടാണ്. നോർമൽ കടക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇത് അവനാന്റെ 2 കിഡ്നി എടുത്ത് വിറ്റാലും തീരാത്ത, പെരയിലെ മുഴുവൻ ആൾക്കാരുടെയും കിഡ്നികൾ എടുത്ത് വിറ്റാലും തീരാത്ത കടത്തിലേക്ക് എങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറ പോകുന്നത്? ബിസിനസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അവന് മുണ്ടുമടക്കി കുത്തി 2 കൈയും കയറ്റി വെച്ച അവിടെ ഒരുപാട് തൊഴിലുണ്ട്, 100 തൊഴിലുണ്ട്. എന്നാലോ അവന് ഇൻവെസ്റ്റ്മെന്റുകളുടെ വലിയ തൊഴിലിന്റെ വലിയ അന്വേഷണം നടത്തുകയാണ്. എന്നിട്ടോ ഒരിക്കലും വിവരമില്ലാത്ത ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് പണടും. തന്റെ കുട്ടികളും കുടുംബവും ഉറങ്ങണേ, സ്വന്തം പിഞ്ചോമനകൾ ഓർക്കണം. ആ കുട്ടി തൊട്ടികെട്ടുന്ന, ആ കുട്ടിക്ക് പായ വിരിച്ചു കൊടുത്ത ഇടം അത് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് വലിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. കോടികളാണ് കടത്തിലേക്ക് പോകുന്നത് അല്ലെ. 7-8 കോടിയൊക്കെ കടാണ്. അവസാനം കുടുങ്ങിയപ്പോ ഞാൻ പലിശക്കെടുത്തു. എത്ര ആള് നമ്മളെ സമീപിക്കുന്നുണ്ട്? എത്ര ആളുകൾ ജീവിതത്തിൽ നിർവാഹമില്ലാതെ, ഒരു രക്ഷയില്ലാതെ എന്നൊക്കെയാണ് പറയാ. എന്ത് നിർവാഹമില്ലായ്മണ്ടെങ്കിലും പലിശ എന്നുള്ളത് നമ്മുടെ ജീവിത രീതിയല്ല. പലിശ എടുത്തവൻ പണ്ട് എന്റെ ഒരു കുട്ടി സ്കൂളിൽ ഒരു കുട്ടി എഴുതിയതുപോലെ ലോൺ എടുത്തു, വീട് വെച്ചു, വീട് വിറ്റു, ലോൺ അടച്ചു എന്ന് എഴുതിയ കുട്ടി എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. പലിശക്ക് എടുത്ത് എത്ര ആളുകൾ ഇരിക്കുന്നുണ്ട് സഹോദരന്മാരെ, എത്ര ആൾ ഇരിക്കുന്നുണ്ട്? എന്തൊക്കെ ന്യായം നമ്മൾ പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത തെറ്റാണ് ഈ സൊഫിൽ വെച്ച് തീരുമാനം എടുക്കുക.
പടച്ചോനെ ഞാനിനി ചെയ്യൂല എന്ന് ഇവിടെ വെച്ച് തീരുമാനം എടുക്കുക. ആകാശത്ത് നിന്ന് റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ നമ്മളെടുത്ത് വന്നിരുന്ന് നമുക്ക് നമ്മുടെ പുറത്തും തലയിലും തടവി തരും. അത്ര കൃത്യമാണ് ഞാൻ പറയണത്. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സിലാക്കുക, സ്വന്തം മാതാവിനെ ഉമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തുല്യമായ തെറ്റാണിത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും കടങ്ങൾ കയറുന്ന മറ്റൊരു രൂപം എന്താ? വീട് വെക്കും. നമ്മുടെ കുടുംബത്തിനും നമുക്കും താമസിക്കാനുള്ള വീട് 3D പലരും വരച്ചേരും. ആ 3D ഒക്കെ കൂടെ നടപ്പിലാക്കാൻ പോകുമ്പോ കോടികൾ വരും, അല്ലെ? ആ കോടികൾ അങ്ങനെ തന്നെ വേണോ? നമ്മൾ ആലോചിക്കണം. ആ കോടികൾ അങ്ങനെ തന്നെ വേണോ? കയ്യിലുള്ളോൻ നല്ലൊരു വീടുണ്ടാക്കണീനെ വിമർശിക്കല്ല ഞാന്. പക്ഷേ ചുറ്റും ചോർന്നൊലിക്കുന്ന കുടിലുകളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്. വാടക വീടുകളിൽ കിട്ടുന്നത് മുഴുവൻ വാടക വീടുകളിൽ കൊടുക്കേണ്ടി വരുന്നവരുണ്ട്. എത്ര വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പ്രവാസി വീടുകൾ കൊല്ലത്തിൽ എപ്പോഴെങ്കിലും 2 ദിവസം വന്നാലായി, 10 ദിവസം വന്നാലായി. എന്നിട്ട് പൊടി പിടിച്ച് പല്ലിയും പാറ്റയും ഒക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അതിന്റെ 2 വാര അപ്പുറത്ത് ചെറ്റക്കുടിലിൽ പാമ്പ് കയറുമോ തേള് കയറുമോ എന്ന് വിചാരിച്ച് കഴിയുന്നവരുണ്ട്. വീട്ടിലെ എല്ലാ റൂമും തുറന്നിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ആ അടുക്കളന്റെ അപ്പുറത്ത് റൂം ഒന്ന് തുറന്നിട്ട് ഇട്ടുകൊടുത്തൂടെ? ആ കയറി താമസിക്കാൻ പറഞ്ഞൂടെ? ആ വാടക നീ ഒന്ന് ശേഖരിച്ചു വെച്ചിട്ട് ഒരു വീടിന്റെ പരിശ്രമം തുടങ്ങുമെന്ന് പറഞ്ഞൂടെ? സഹോദരന്മാരെ, നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മത. നോക്ക് നിങ്ങൾ, ഒരു വ്യക്തിക്ക് ഖബർ കുത്തി കൊടുക്കണീന്, മരിച്ചൊരാൾക്ക് ഖബർ കുത്തി കൊടുക്കണീന് പടച്ചോൻ കൊടുക്കണ എന്താ? സ്വർഗത്തിൽ ഒരു വീടാ കൊടുക്കണേ. ഒരു ഖബർ കുത്തി കൊടുക്കണീന് സ്വർഗത്തിൽ വീട് കൊടുക്കണ റബ്ബ് ഒരു വീട്ടിൽ താമസിക്കാൻ അവസരം കൊടുക്കണോന് കൊടുക്കുന്ന പുണ്യം എത്ര മഹത്തരമായിരിക്കും. അതുകൊണ്ട് ആലോചിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. ഫോണുകൾ, ബ്രാൻഡ്, പിന്നെ ഷർട്ടുകൾ, ഷൂകൾ, ഇതൊക്കെ വാങ്ങിയിട്ട് കടം കയറാണ്. ചുറ്റുള്ളവനെ കാണാൻ പറ്റുന്നില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. നമ്മളൊക്കെ പലപ്പോഴും ഇവിടുത്തെ കമ്പനികളുടെ ക്യാമ്പയിനിന്റെ ഇരകളാണ്, ആഡുകളുടെ ഇരകളാണ്. ബ്രാൻഡഡ് ഷർട്ട് തന്നെ വേണം. കയ്യിൽ പൈസ ഉള്ളവൻ വാങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കയ്യിൽ പൈസ ഉള്ളവൻ വാങ്ങുമ്പോഴും ചുറ്റുമുള്ളവരെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് പറ്റണം. ഇതിലിരിക്കുന്ന പല ആളുകളും വലിയ യോഗ്യത നേടിയിട്ട് അവിടെ ഇരിക്കണത്. സ്വന്തം കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിയപ്പോൾ തന്നെ ആർക്കാണെന്നറിയാത്ത, എവിടുത്തതാണെന്നറിയാത്ത ഒരു കുട്ടിക്ക് വേണ്ടി കുപ്പായം കൊടുത്തിട്ടാണ്, ഡ്രസ്സ് കൊടുത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു 1300 രൂപ. നമ്മൾ കുടുംബം ഒന്നിച്ച് ഹോട്ടലിൽ കയറുമ്പോ ഇതിന്റെ ഇരട്ടി വേണം, അല്ലെ? ഇങ്ങനത്തെ കാര്യമൊക്കെ വരുമ്പോ ആ നിമിഷത്തിലും ടൈറ്റ് തോന്നും ചില ആളുകൾക്ക്. എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെ തോന്നാറില്ല. ഇസ്ലാം എത്രത്തോളം പറഞ്ഞു നിങ്ങൾ നോക്ക് സുഹൃത്തുക്കളെ, എത്രത്തോളം കൃത്യമായിട്ടാ പറഞ്ഞത്. ഇമാം നവവി പറയാ, അജ്മൽ ഉലമാഉ അല നഹ്യി അനിൽ ഇസ്റാഫി ഫിൽ മാഇ വലൗ കാന അല ഷാത്തിഇൽ ബഹരി. കടലിന്റെ ഓരത്താണെങ്കിൽ പോലും, ഒളു എടുക്കണ വെള്ളാണെങ്കിൽ പോലും, അതിൽ പോലും ഇസ്ലാം മിതത്വമാണ് പഠിപ്പിച്ചത്. ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, ഒരു ചെമ്പിലേക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഒന്നിച്ചിട്ട് എടുത്തു വെക്കാം എന്നല്ല, നിനക്ക് ആവശ്യമുള്ള വെള്ളം കടലിൽ നിന്ന് എടുത്താൽ മതി എന്നാ പഠിപ്പിച്ചേ. ഇതൊക്കെ നമ്മൾ പല ഫിലിം സ്റ്റാറുകളുടെയും പല ക്രിക്കറ്റർമാരുടെയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ആളുകളുടെയും ഒക്കെ പിന്നെ BGMകൾ വെച്ച പല ഷോർട്സും റീൽസും ഒക്കെ നമ്മുടെ ഷോർട്സിലും റീൽസിലും നമ്മുടെ ടൈം ലൈനിലും നമ്മുടെ സ്റ്റോറീസിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, മുത്ത് റസൂലുള്ളാഹിയുടെ സന്ദേശങ്ങൾക്ക് എവിടെയാണ് നമ്മൾ റീൽസ് വെക്കുന്നത്? മഹാസമുദ്രങ്ങളിലെ 7 മഹാസമുദ്രങ്ങളിലെ വെള്ളം നിന്റെ അടുത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒളു എടുക്കണ വെള്ളം പോലും ആവശ്യമില്ലാത്തത് എടുക്കണ്ട, നിനക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി എന്നാണ്. അതുകൊണ്ട് സൂക്ഷ്മ വിശകലനം വേണം. ഒരു കാര്യം എനിക്ക് ദൂർത്താകണത് നിങ്ങൾക്ക് ദൂർത്താകൂല, നിങ്ങൾക്ക് ദൂർത്താകണത് ചിലപ്പോൾ എനിക്ക് ദൂർത്തായിരിക്കും. നമ്മുടെ കയ്യിലുള്ള ബാലൻസും നമ്മൾ പരിഗണിക്കേണ്ട വ്യക്തികളും ഒക്കെ ഇതിൽ പ്രധാനമാണ്. അതുകൊണ്ട് അനാവശ്യമായി പണം കൊണ്ടുപോയി ചെലവഴിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പടച്ച റബ്ബിന്റെ റസൂല് പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത്. നീ നിന്റെ വീട്ടിൽ സുരക്ഷിതനാണെങ്കിൽ, ഇന്നേക്ക് കഴിക്കാൻ നിന്റെ അടുത്തുണ്ടെങ്കിൽ, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ദുനിയാവ് മുഴുവൻ അള്ളാഹു പതിച്ചു നൽകിയവന്റെ മനസ്സോടെ നീ ജീവിക്കണം എന്നത് മറന്നു പോണ എന്തുകൊണ്ടാണെന്നറിയോ? ഒരു സുന്നത്ത് നിസ്കാരത്തിന് പോലും നേരം കിട്ടാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ജമാഅത്ത് നിസ്കാരത്തിന് എത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഈ മനസ്സില്ലാതെ നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യണോണ്ടാണ്, ജോലി പ്ലാൻ ചെയ്യണോണ്ടാണ്. ജോലി പ്ലാൻ ചെയ്യുമ്പോ, ജീവിതം പ്ലാൻ ചെയ്യുമ്പോ, കച്ചവടം പ്ലാൻ ചെയ്യുമ്പോ ഇത് വേണം. എന്റെ അടുത്തൊരു സുഹൃത്ത് പുതിയ ബേക്കറി ബിസിനസ് തുടങ്ങിയപ്പോ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് ജമാഅത്ത് നിസ്കാരത്തിന് ഇറങ്ങാനുള്ള പ്ലാനാണ്. എല്ലാ ജമാഅത്തും കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യന്റെ മെസ്സേജ് വന്നു. കട ഭയങ്കര സംഭവമായി എന്ന് പറയാനല്ല, എന്റെ ആ കച്ചവടം നിർത്തിയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് ജമാഅത്തുമില്ല, ഒന്നുമില്ല. ഒരു പെണ്ണ് ഇങ്ങനെ വേദനിക്കുന്ന മനോനിലയിലേക്ക് എത്തുന്നുണ്ടോന്ന് അറിയോ? മൂപ്പരെക്കാളും ദീൻ അവർ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ദുന്യാവിലുള്ളതൊക്കെ എല്ലാം കിട്ടിയിട്ട് പരലോകം എന്നുള്ളതല്ല അവരുടെ ഒന്ന് ഉള്ളിലുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, കടത്ത് നമ്മൾ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്
കടത്തിന്റെ കാര്യത്തിൽ ഒരു ഒരു സന്ദേശം ഇറങ്ങിയപ്പോ പ്രവാചകൻ ഭയവിഹുലനായി. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഒരു മനുഷ്യൻ ഖുത്ല ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടു, തുമ്മ ആശ, പിന്നെയും ജീവിച്ചു, തുമ്മ ഖുത്ല, പിന്നെയും മരണപ്പെട്ടു, തുമ്മ ആശ, പിന്നെയും ജീവിച്ചു, വഅലൈഹി ദൈനുൻ, അയാൾക്ക് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ രക്തസാക്ഷിത്വം പോലും പരിഗണിക്കുകയില്ല എന്നാണ്. രക്തസാക്ഷിത്വം പോലും പരിഗണിക്കുകയില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അതാ വരുന്നു ഒരാള്, മയ്യിത്ത് വരുന്നു, 3 ദീനാർ കടണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ്. നമ്മൾ ജീവിക്കണ കാലത്താണെങ്കിൽ ഓർക്കുക. അതുകൊണ്ട് കട ഒട്ടും വാങ്ങണ്ടെന്നല്ല, കടം വാങ്ങുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് ആവശ്യമുള്ളതിലേക്ക് വാങ്ങിയാൽ മതി. വീട് പെയിന്റ് അടിക്കാനും വീടിന് പുതിയ സംവിധാനം ഉണ്ടാക്കാനൊക്കെ വാങ്ങുമ്പോ വാങ്ങണ പെയിന്റിന്റെ വില നമ്മൾ നോക്കണം. 300ന്റെ പെയിന്റും 3000ന്റെ പെയിന്റും 30,000ന്റെ പെയിന്റും കിട്ടും. വാതിലിന് വെക്കാനുള്ള കൊളത്തും ഡോറും ലോക്കൊക്കെ ഈ പറഞ്ഞ വിലക്കൊക്കെ കിട്ടും. ഞാൻ കടം വാങ്ങുന്നവനാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. വണ്ടി വാങ്ങുമ്പോ അല്ലെ, ബാക്കി സൗകര്യങ്ങൾ നോക്കുമ്പോ ഈ കൃത്യമായ ആലോചന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. നോക്കൂ നിങ്ങൾ, കടം കയറിയ എന്താ സംഭവിക്കുക? ഒളിച്ചു താമസിക്കും. ഒരു സഹാബി ഒളിച്ചു താമസിക്കുകയാണ് അല്ലെ. ഒളിച്ചു താമസിക്കുന്ന സഹാബിയെ തേടി വീട്ടിലെത്തിയപ്പോ വീട്ടുകാർ പറഞ്ഞു, ഇവിടെ എല്ലാവരും ഉള്ളൂന്ന് ഞാൻ ശബ്ദം കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പുറത്തിറങ്ങി. നിങ്ങളുടെ അടുത്ത് പണം തരാൻ എന്റെ കയ്യിലില്ല, ഞാൻ കുടുങ്ങിയിട്ടാണ് ഒളിച്ചു താമസിക്കണം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, സത്യാണോ നീ പറയണത്? അതെ. വല്ലാഹി സത്യാണോ എന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അതെ, എങ്കിൽ ഞാൻ പറയാണ്, എന്റെ ഈ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ ഞാൻ കേട്ടൊരു സത്യം പറയാം. എന്താ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, കടം വിഷമങ്ങൾ അനുഭവിക്കുന്നവന് ലഘൂകരണം ഉണ്ടാക്കി കൊടുത്താൽ, പ്രയാസം അനുഭവിക്കുന്നവന് ലഘൂകരണം ഉണ്ടാക്കി കൊടുത്താൽ അവന്റെ പ്രയാസം അള്ളാഹു ലഘൂകരിക്കും, അള്ളാഹു അവന് തണലൊരുക്കും എന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടതുകൊണ്ട് ഞാൻ നിനക്ക് കടം വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. ഇന്ന് വിളിച്ച് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പറ്റിയ കടം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. നമ്മളെ സാമ്പത്തിക കാര്യത്തിൽ, നമ്മുടെ ദുന്യാവിന്റെ കാര്യത്തിൽ, പരലോകത്തിന്റെ കാര്യത്തിൽ പടച്ചവൻ ഇടപെടും. നിങ്ങൾ ആലോചിച്ചോക്ക്, ഒറ്റ ഹദീസുമ്മ തീരുമാനം എടുക്കുകയാണ്. ഞാൻ കുടുങ്ങിയിട്ടാണെന്ന് പറയുമ്പോ എന്നാ പിന്നെ വേണ്ട, ഞാൻ അത് ഒഴിവാക്കി കൊടുത്തു എന്ന് തീരുമാനം എടുക്കുക. നമുക്ക് എത്ര കാര്യങ്ങൾ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെ സഹോദരിമാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഹിജാബുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നാട്ടിൽ നടക്കുമ്പോ പുതിയ തലമുറയ്ക്ക് ഹിജാബ് വേണ്ട. അവർക്കറിയില്ല എന്തിനാണ് ഈ ഹിജാബ് എന്ന്. ഈ ഹിജാബ് എന്തിനാന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് പെണ്ണിനെ കെട്ടിപ്പൂട്ടി വെക്കാനല്ല, മറിച്ച് കൃത്യമായി പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിച്ചു. എന്താ? നിനക്ക് സംരക്ഷണം തരാൻ, നീ ആക്രമിക്കപ്പെടാതിരിക്കാൻ. ഹിജാബ് സ്ത്രീകൾ അണിയുന്ന നാടുകൾ നിങ്ങൾ എടുത്തു നോക്ക്, അവിടുത്തെ ക്രൈം റേറ്റ് നോക്ക്. ലിബറലിസം പ്രൊമോട്ട് ചെയ്യുന്ന നാടുകളിലെ ക്രൈം റേറ്റ് നോക്ക്. എന്താ? കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസമാണ്. അവിടെ അണിയുന്നവർ മുഴുവൻ അറിഞ്ഞുകൊണ്ട് അണിഞ്ഞാലും ഇല്ലെങ്കിലും ഞാനിത് വളരെ പബ്ലിക് ഡൊമൈനിലുള്ള ഒരു ഡാറ്റയാണ് പറയുന്നത്, എണ്ണമറ്റ ആയിരങ്ങൾ അവിടെ കൊല ചെയ്യപ്പെടുമ്പോൾ മറ്റുള്ളിടത്ത് ഇല്ല. അത് ഖുർആനാണ്, ഹദീസാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ സൗന്ദര്യ മത്സരമാണ് വിഷയം. സൗന്ദര്യ മത്സരം വിഷയാകുന്നിടത്ത് എന്റെ ഒരു സുഹൃത്ത് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലെ. ആ ചാനൽ ചർച്ചയിൽ അദ്ദേഹം കൃത്യമായി പെണ്ണിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പെണ്ണിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുമ്പോൾ കാണുന്ന പുരുഷന് ഷീസ് മൈ സിസ്റ്റർ, അവൾ എന്റെ പെങ്ങളാണ് നല്ല തോന്നുക, അവളെ ഉപയോഗിക്കണം. ലൈംഗികാവയവങ്ങൾ അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടാക്കി തരുന്ന ഇടങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുക എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കത് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റണം. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചോരാ. കാന മിൻ അഹ്ലി സുഫ 70 റജുലൻ ലൈസ ലിവാഹിദ് മിൻഹും റിദാഉൻ. പ്രവാചകന്റെ പള്ളിയിൽ താമസിച്ചിരുന്ന, ദീന് പഠിക്കാൻ വേണ്ടി ബാക്കി എല്ലാറ്റിൽ നിന്നും മാറി താമസിച്ചിരുന്ന അഹ്ലുസുഫയുണ്ട്. അവരിൽ 70 ആളുകൾക്ക് ഒരു വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രല്ല അഹ്ലുസുഫ യുസല്ലൂന ഫീ തൗബ്, ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കും. ഫമിൻഹും മയബ്ലഗു റുക്ബതഹു, അവരുടെ മുട്ടുവരെ മാത്രം എത്തുന്ന വസ്ത്രമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടു താഴെ പിന്നെ ധരിക്കുന്നവരുണ്ട്. അവര് റുക്കൂൻ സുജൂദൊക്കെ ചെയ്യുമ്പോ വസ്ത്രത്തിൽ പിന്നിൽ ഇങ്ങനെ പിടിക്കും. എന്തിന്? തന്റെ ഔറത്ത് വെളിപ്പെടോ എന്ന് വിചാരിച്ചിട്ട്. ദരിദ്രരായ മനുഷ്യരുടെ ദരിദ്രനായ പ്രവാചകൻ അവരോട്, സ്ത്രീകളോട് പറഞ്ഞു, നമ്മളെപ്പോലെ സൈഡിലല്ല അവരുണ്ടായിരുന്നത്, ബാക്കിലാണ് ഉണ്ടായിരുന്നത്. ആ ബാക്കിലുണ്ടായിരുന്ന സ്ത്രീകളോട് പ്രവാചകൻ പറഞ്ഞു, പുരുഷന്മാരെ റുക്കൂൻ സുജൂദും കഴിഞ്ഞിട്ട് മതി നിങ്ങളെ റുക്കൂൻ സുജൂദും. അവരുടെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്. അത്ര ദരിദ്രരായ മനുഷ്യരുടെ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ വീടും ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, 29 ദിവസത്തെ പരിശീലനം കഴിഞ്ഞു വന്നവരാണ് നമ്മൾ. ആ പരിശീലനത്തിന്റെ ഗുണം ജീവിതത്തിൽ കാണണം. പരിശീലനത്തിന് പോവുകയാണ് കുട്ടികൾ. പരിശീലനത്തിന് പോണത് എന്തിനാ? പിന്നീട് ഗ്രൗണ്ടില്, ഫീൽഡില് അത് കാണാൻ വേണ്ടിയാണ്. 29 ദിവസത്തെ കഠിനമായ പരിശീലനാണ്. ഭക്ഷണമല്ല, വെള്ളമില്ല, എല്ലാം റബ്ബിന്റെ തൃപ്തിന് വേണ്ടി മാറ്റിവെച്ചു. കൊടും ചൂടത്ത് പണിയെടുത്തവരുണ്ട്, വിഷമങ്ങൾ അനുഭവിച്ചവരുണ്ട്, ഷുഗറിന്റെയും പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെയും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ, നോമ്പെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട്.
ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് അനുഭവിച്ചത് 100% നമ്മുടെ ജീവിതത്തെ സംശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. സംശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനത, അവരെ നോക്കൂ നിങ്ങൾ. ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭാര്യ പറഞ്ഞേൽപ്പിക്കാണ്, ഇത്തഖില്ലാഹ ഫീനാ വലാ തുത്ഇമിന ഹറാമൻ. നിങ്ങൾ ജോലിക്ക് പോവുകയാണ്, നിങ്ങൾ ഹറാമ് ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലും സമ്പാദിച്ചു കൊണ്ടുവരരുത്. ഫഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾക്ക് തീ ക്ഷമിക്കാൻ പറ്റൂല, ഹറാമിന്റെ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലേ? പലപ്പോഴും നമ്മൾ സ്വതക്ക 3 വിഭാഗമുള്ളത്: സ്വതക്ക കൊടുക്കണോര്, സ്വതക്ക കൊടുക്കാത്തവര്, സ്വതക്ക സ്വീകരിക്കാൻ മാത്രം നിൽക്കണോര്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റിംഗിൽ ഒരു സുഹൃത്ത് പറയണ്ടായി, ഒരു സഹോദരന് കിറ്റ് കൊണ്ടേ കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞത്രേ, ഈ കിറ്റൊക്കെ വലിയ സംഭവമായി, ഞാൻ സ്വീകരിച്ചിരുന്ന ഒരു കാലുണ്ട്, ഇത് ഇന്ന് വാങ്ങാൻ ഞാൻ അർഹനല്ല, അദ്ദേഹം കിറ്റിലേക്ക് ഒരു ചെറിയ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. ഭയങ്കര സംഭവമല്ലേ? ഭയങ്കര. നമ്മളെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം, അല്ലെ? ചെറിയൊരു പൈസ കിട്ടിയപ്പോ ആ പൈസയുടെ സ്വതക്കയായി കിട്ടിയ പൈസയുടെ ഭൂരിപക്ഷം ഭാഗവും പള്ളിയിൽ ഏൽപ്പിച്ച ആളുകൾ അറിയാം. ഞാൻ മുത്ത് റസൂലുള്ളാഹിയുടെ ചരിത്രത്തിൽ നിന്ന് പറയാത്തതേ, മുത്ത് റസൂലുള്ളാഹിന്റെ കൂടെ തക്ബീറും തഹ്ലീലും ഒക്കെ എന്താ ഈ ഒരു ഈത്തപ്പന തോട്ടങ്ങളുടെ ഇടതൂർന്ന വഴികൾക്കിടയിലൂടെ അങ്ങനെ തേനീച്ച പറക്കും പോലെ, തേനീച്ച ശബ്ദം പോലെ വരുന്ന കാലത്ത് ജീവിച്ചത് കൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. സൊഫുകളിൽ ഇരുന്ന് മനുഷ്യർ ദീന് പഠിക്കുമ്പോണ്ടാണ് മാറ്റാണത്, അല്ലെ? ആ സഹോദരിയോട് ഉണ്ടാകും, ആ സഹോദരനോട് ഉണ്ടാകും. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിക്കാൻ കൂലിവേല ചെയ്ത് ജീവിക്കണ ഒരാള്, അയാൾക്ക് വേറെ ആൾ കൊടുത്ത സദഖീന്ന് അത് കൊടുത്തതിൽ ഇടപെട്ട ആളാണ്. അതുകൊണ്ട് പറയാന് അള്ളാഹു ആ ഉമ്മക്ക് ദീർഘായുസ്സും ആഫിയത്തും പിടിച്ചു നിൽക്കാനുള്ള കരുത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഉണ്ടാകേണ്ട പരിവർത്തനാണത്. എന്നും ഒരേ സ്ട്രാറ്റജി നിലനിർത്തുകയാണ് ചില ആളുകൾ. നിസ്കാരത്തിൽ 30 കൊല്ലം മുമ്പ് എന്താണോ നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിഞ്ഞിരുന്നത്, അവിടെയാണ് നിൽക്കുന്നത്. ഖുർആന് ഇപ്പോഴും സ്ഥിരമായി ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം പോലും അറിയില്ല. ജനതകളെ മാറ്റിമറിച്ച് ഇസ്ലാം ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ. ഇസ്ലാം ലോകത്തെ ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്യുന്ന മതമാണെന്ന് പറയുമ്പോൾ ഒരു ഉശിരി കയറാനുണ്ട് നമുക്ക്, അല്ലെ? പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാക്കണ മാറ്റെന്താ? നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഡ്രൈവിംഗിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ ഖുർആൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നോക്കൂ, നിങ്ങൾ ഒരു സ്വഹാബി പറയാ, കുൻതു ഫീ അസ്റാ യൗമി ബദർ, ബദറിലെ ബന്ദികളിൽപ്പെട്ട ആളായിരുന്നു ഞാൻ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ മുന്നിൽ നിന്ന് പ്രവാചകന്റെ ഉറക്കയുള്ള പ്രഖ്യാപനം വന്നു, ഇസ്തൗസു ബിൽ അസാറാ ഖൈറാ, നിങ്ങൾ നിങ്ങളുടെ ബന്ദികളോട് മാന്യമായി മാത്രം പെരുമാറണം. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? നീണ്ട 13 വർഷം അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. സ്വഹാബത്തിൽപ്പെട്ട ആളുകളെ കഴുത്തറുക്കുന്നത് കണ്ടു. അവസാനം മക്കത്തും ജീവിക്കാൻ സമ്മതിക്കാതിരുന്നപ്പോഴാണ് ബദർ ഉണ്ടാകുന്നത്, മദീനത്തും ജീവിക്കാൻ സമ്മതിക്കാതിരുന്നപ്പോഴാണ് ബദർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ചെയ്തതിനൊക്കെ നിനക്ക് തരാമടാ. ഓരോരുത്തർ പ്രവാചകൻ ബന്ദികളെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ദ്രോഹിക്കരുതേ എന്ന് പഠിപ്പിച്ചു. ഇസ്ലാമിന് സമാധാനത്തിന്റെ തത്വശാസ്ത്രം നിർദ്ദേശിക്കുന്നവർ ഇത് കണ്ടിട്ടുണ്ടോ? അവരിത് പറയുന്നുണ്ടോ? ചാനൽ ചർച്ചകളിൽ ഇരിക്കുന്നവർക്ക് ഇത് അറിയുമോ? ഇവിടുത്തെ സംഘപരിവാര ശക്തികൾ മുതൽക്ക് ലിബറലുകൾക്ക് ഇത് അവർ കാണാത്തതാണോ? കാണാത്തതല്ല. അവരിത് പറയില്ല. പറയേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമുക്ക് കച്ചവടത്തിന്റെയും കൃഷിന്റെയും ഒക്കെ തിരക്കിന്റെ ഇടയിൽ ചുറ്റുമുള്ള ഇവിടുത്തെ പൊതുസമൂഹത്തോട് ഇത് പറയാൻ നമുക്ക് നേരമില്ല. എന്താ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? നിങ്ങളുടെ കൂടെ വരുന്ന ബന്ദികളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം. അപ്പൊ അദ്ദേഹം പറയാ, കുൻതു ഫീ നഫരിൻ മിനൽ അൻസാർ, ബന്ദിയായി കൈകളിൽ ചങ്ങലകൾ എണിയപ്പെട്ട് അൻസാറുകളുടെ കൂടെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവരിൽപ്പെട്ട ആളുകൾ എന്താ ചെയ്തെന്നറിയോ? എന്റെ ചങ്ങല അഴിച്ചു, അവര് കയറി യാത്ര ചെയ്തിരുന്ന ഒട്ടകപ്പുറത്തേക്ക് എന്നെ കയറ്റി ഗസ്റ്റിനെ പോലെ മദീനയിലേക്ക് കൊണ്ടുവന്നു. അല്ലെ? ഗസയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവർ ഒരു പരിക്കുമില്ലാതെ ഇസ്രായേലിന്റെ പൈശാചിക മണ്ണിലേക്ക് പോയതെന്തുകൊണ്ടാ? മുത്ത് റസൂലുള്ളാഹിയുടെ ഈ വചനം ചരിത്രത്തിൽ ഒരുപാട് ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാ. എന്നിട്ട് കേട്ടോ നിങ്ങൾ പറയാ, അവര് രാത്രിയും ഉച്ചക്കൊക്കെയുള്ള ഫുഡുമായിട്ട് വരുമ്പോ അക്കമലു അത്തംബ്ര, അവര് ഉണങ്ങിയ കാരൊക്കെ ചമച്ചു തിന്നതെന്ന് ഞാൻ കാണും. അവരെനിക്ക് ഗോതമ്പും മറ്റ് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും തരും. നിങ്ങൾ നിങ്ങളുടെ ബന്ദികളോട് മാന്യമായി പെരുമാറണം എന്ന ഒറ്റ വാക്കിന് സ്വഹാബത്ത് കൊടുത്ത പ്രതികരണമാണിത്. നമ്മുടെ മുന്നിൽ എത്ര നിർദ്ദേശങ്ങളുണ്ട്, ആവർത്തിച്ച് കേട്ട എത്ര പാഠങ്ങളുണ്ട്. ഭയന്ന് പിന്മാറിയിട്ടില്ലേ നമ്മളെ കുട്ടികൾ? അവര് ചുണ്ടു ചുമപ്പിച്ച് അവര് വേഷം ധരിച്ചിറങ്ങുമ്പോ അവരെ ചേർത്ത് പിടിച്ച് മക്കളെ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെ? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, മതത്തിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കൂ എന്ന തത്വങ്ങളെ പാലിക്കാൻ നമുക്ക് പറ്റുന്നില്ല. റമളാൻ സ്പെഷ്യലാണ് ചില ആളുകൾക്ക്. കുൻ റബ്ബാനിയൻ ലാ റമളാനിയൻ, നീ റബ്ബിന്റെ ആളാകണം, നീ റമളാനിന്റെ ആളാകരുത്. ബിസൽ ഖൗം ഖൗമുൻ ലാ യഅരിഫുനല്ലാഹ ഇല്ലാ ഫി റമളാന, റമളാനിൽ മാത്രം അല്ലാഹ് എന്ന് വിളിക്കുന്നവർ എത്ര മോശം സമൂഹമാണ് എന്നാണ്. വെറുതെ പരിശോധിച്ചു നോക്കൂ. ഇന്ന് സുബഹിന്റെ ജമാഅത്ത് പോയവരില്ലേ? ഇന്ന് സുബഹിന്റെ ജമാഅത്ത് പോയവരില്ലേ? പല ആളുകൾക്കും സഫുകളിലേക്ക് വരാനുള്ള പേടി എന്താ? നാട്ടുകാരെങ്ങനെ വിലയിരുത്തുന്നുള്ളതാണ് പേടി, അല്ലേ? ഞാൻ പറയണത് നേരിട്ട് കൊള്ളണവരുണ്ടാകും,
നിങ്ങളുടെ ഗുണകാംക്ഷി മാത്രമാണ് ഞാൻ. ഈ പോസ്റ്റിൽ നിൽക്കുമ്പോ നിങ്ങളെ ഗുണകാംക്ഷി മാത്രമാണ് ഞാൻ. നാട്ടുകാരെ പേടിയാണ് നമുക്ക്, അള്ളാഹുവിനെ അല്ല നമ്മൾ പേടിക്കണത്. അല്ലെ, നാട്ടുകാരെ പേടിച്ചിരുന്നെങ്കിൽ മുത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഒരു സ്വഹാബിയും വരില്ലായിരുന്നു. പ്രവാചകന്റെ സ്വഹാബത്തിനെ കഴുത്തറുത്തു, പല ആളുകളെയും ചൂടുള്ള എണ്ണയിലേക്ക് ഇറക്കി നിർത്തി, കത്തിക്കരിഞ്ഞ് അവസാനിച്ച ശരീരങ്ങളുണ്ട്. ചരിത്രത്തിൽ എക്സാജറേഷൻ ഒന്നല്ല, വായിളന്മാര് പറഞ്ഞു പറ്റിച്ചതൊന്നല്ല, കൃത്യമായ സനദുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഓരോ ഇഞ്ചിലും അവരെ പരിശോധിക്കുന്ന വിമർശകർക്ക് ഇന്നേ വരെ ആ ഒരു ചരിത്രത്തെ തൊടാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തർ ആലോചിക്കണം. ഒരുപാട് അലാം ക്ലോക്കുകൾ അടിച്ചിരുന്നു, അല്ലെ? കോടിക്കണക്കിന് അലാം ക്ലോക്കുകൾ 4 മണിക്ക് അടിക്കും. എന്നിട്ടോ ഭക്ഷണം പാചകം ചെയ്യും, എല്ലാവർക്കും കൊടുക്കും. ഇനിയോ ഇന്ന് മുതൽ തന്നെ അലാം ക്ലോക്കുകൾ ഏകദേശം അണഞ്ഞു തുടങ്ങി. ഇന്നലെ വരെ തറാവീഹ് നിസ്കരിച്ച ആളുകൾക്ക് ഇന്നില്ല. രാത്രി നിസ്കാരമല്ല, 2-3 റക്അത്ത് നിസ്കരിക്കണില്ല. തിരുത്തണം പ്രിയപ്പെട്ടവരെ നമ്മൾ. ഇനി അടുത്ത നോമ്പ് എന്ന് പറയുന്നത് അടുത്ത റമളാൻ വരുമ്പോൾ എന്നുള്ള അവസ്ഥക്ക് പരിഹാരം ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ സിത്തുമ്മിന് ഷവ്വാലിൽ 6 നോമ്പുകൾ എന്ന് പറഞ്ഞത് കൃത്യമായി എടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകുക. നോക്കൂ നിങ്ങൾ, റബ്ബിനോട് മാത്രമാണ് നമുക്ക് എല്ലാ സങ്കടങ്ങളും പറയാനുള്ളത്. അവന്റെ അടുത്ത് പറഞ്ഞാലേ പരിഹാരമാകുള്ളൂ. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ പടച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഉള്ളിൽ എല്ലാ വിഷമവും എനിക്കറിയാം. ഓരോരുത്തരുടെയും ഉള്ളിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മില്ലി മൈക്രോ ലെവൽ പടച്ചവനറിയാം. നമ്മൾ റബ്ബേ എന്ന് വിളിച്ചാൽ മതി. ആ വിളി റബ്ബേ എന്ന് വിളിക്കുമ്പോ കുഞ്ഞിനെ തരണേ എന്നറിയാം, സങ്കടങ്ങൾ മാറ്റണേ എന്നറിയാം, എന്റെ ലാബ് റിപ്പോർട്ട് നെഗറ്റീവായി വന്നിരിക്കുകയാണെന്നറിയാം, എന്റെ ബ്ലഡിൽ ഒരിക്കൽ ഉണ്ടാകാൻ പാടില്ലാത്ത കണ്ടന്റുകൾ വന്നിരിക്കുന്നു എന്നറിയാം, എന്റെ വീട് വീണ്ടും ഒരു ജൂൺ മാസത്തെ കൊടും മഴ, കൊടും പേമാരികൾക്ക് സാക്ഷിയാവുകയാണെന്ന് റബ്ബിനറിയാം. ആ റബ്ബ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. അത്ഭുതകരമായി റബ്ബ് വേണ്ടതൊക്കെ നടത്തി തരും. നമുക്ക് അങ്ങനത്തെ വിശ്വാസം വേണം, അല്ലെ? അത്ഭുതകരമായി നടത്തും. ഞാൻ എന്റെ ഖുത്ബയിൽ ഓർമ്മിപ്പിച്ചൊരു കാര്യം പറയട്ടെ. എന്റെ അറബ് സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടതാ. എന്താ, യാത്ര ചെയ്യേ ഗർഭിണിയായ ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്ത ഭർത്താവ്, ഭാര്യയുടെ കൂടെ യാത്ര ചെയ്ത ഭർത്താവ് ആക്സിഡന്റ് ആകുന്നു, കോമ സ്റ്റേജിലേക്ക് പോകുന്നു. പിന്നെ ദീർഘമായ കാലം ബോധമില്ലാതെ കിടക്ക, ട്യൂബ് ഫീഡിംഗ് ആണ്. ഈ കുട്ടി വളർന്നു വന്നപ്പോ ഉമ്മയോട് ചോദിച്ചു, കുട്ടി ഉമ്മ ധാരാണുമ്മ എന്ന് ചോദിച്ചപ്പോ നിന്റെ ഉപ്പയാണെന്ന് പറഞ്ഞപ്പോ അവൾക്ക് ഇത് മനസ്സിലായ ദിവസം മുതൽ അവളെ കണ്ണ് നനയാൻ തുടങ്ങി. അവൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു, എന്റെ ഉപ്പയെ ബോധത്തിലേക്ക് കൊണ്ടുപോവാ റബ്ബേന്ന്. 16 വയസ്സാകുമ്പോ ഒരു രാത്രി അവളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഉപ്പ എണീറ്റു എന്നാണ്, അല്ലെ? മെഡിക്കൽ സയൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ ഉള്ളിൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അവിടെ മുട്ടമ്മ എഴുതിയതും ഇവിടെ അരയിൽ കെട്ടിയതും ഒന്നും ഇല്ലെങ്കിൽ എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്കെന്റെ റബ്ബ് മതി എന്നുള്ള നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയാണെങ്കിൽ സഹോദരന്മാരെ, ഒരു സംശയമല്ല, നമ്മൾക്ക് അള്ളാഹുവിന്റെ ഉത്തരം ഉണ്ടാകും. എന്തിനാണ് എന്നോട് റബ്ബ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചില ആൾക്കാർ ചിന്തിക്കും. അവർക്ക് വേണ്ടി വായിക്കാം. മഹാനായ ശുറൈഹ് റഹിമഹുല്ലാഹ് പറയാ, ഇനി ലൗസാബു ബി മുസീബത്തിൻ, എനിക്ക് ചില മുസീബത്തുകൾ വരും. ഫഹ്മദുല്ലാഹി അലൈഹി 4 മറാത്ത്, ദുരന്തം വരുമ്പോ ഞാൻ 4 വട്ടം അൽഹംദുലില്ലാഹ് പറയും. എന്തിനാണത്? അത് ഇതിലും തക്കുൻ ആലമ മിൻഹ, അതിലേറെ വലുതായില്ലല്ലോ. ഒരു കുട്ടിയല്ലേ മരിച്ചുള്ളൂ, ഇനിയും ഒരു കുട്ടി കൂടി ഉണ്ടല്ലോ. വീടിന്റെ ഒരു സൈഡല്ലേ പൊളിഞ്ഞാടിയതുള്ളൂ, വേറൊരു സൈഡും കൂടി ഉണ്ടല്ലോ എന്ന നിലക്ക്. പിന്നെ സബർ, എനിക്ക് ക്ഷമ തന്നാൽ അപ്പൊ വീണ്ടും ഞാൻ അൽഹംദുലില്ലാഹ് പറയും. ഇനിയോ ഞാൻ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എനിക്ക് ഈ ദുരന്തത്തിന്റെ കാര്യത്തിൽ പറയാൻ പറ്റിയാൽ അപ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് പറയും. ഇങ്ങനെയാണ് സലഫുകൾ കാര്യങ്ങളെ കണ്ടത്. അതുകൊണ്ട് അഖില ഗസ്സയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പശ്ചിമേഷ്യയെ, ഇസ്ലാമിക ലോകത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് 2 ഭീകരവാദികളായ ഭ്രാന്തന്മാരായ ഭരണാധികാരികളാണ്. മെഡിക്കൽ സയൻസിന്റെ മുന്നിൽ, സൈക്കാട്രിയുടെ മുന്നിൽ കൃത്യമായ ഉത്തരണ്ട്. ഞാൻ പറയാ, ജെമിനൈനോടോ ചാറ്റ് ബോട്ടിനോടോ നിങ്ങൾ ചോദിക്കാം, ട്രംപ് എന്നുള്ള വ്യക്തിയെ സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ട് ഈ അവസ്ഥയിലുള്ള ഒരാൾക്ക് എന്ത് രോഗമാണ്, എന്ത് ഡിസോർഡർ ആണുള്ളതെന്ന് ചോദിച്ചാൽ ഡിസോർഡറുകൾ ഓരോന്ന് ലിസ്റ്റ് ചെയ്തു തരും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ പറയണത് ഉത്തരവാദിത്വത്തോടു കൂടെ പറയാ, ട്രംപിന്റെ ഭ്രാന്തികൾക്ക് മുന്നിൽ ലോകം പ്രയാസപ്പെടുമ്പോ നമ്മൾ പശ്ചിമേഷ്യയിലെ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താതെ ഒരിക്കലും സംസാരിക്കരുത്. പശ്ചിമേഷ്യയിൽ നിന്ന് നമ്മൾ അറിയേണ്ടതും വരേണ്ടതുമായ പലതും വരുന്നില്ല, ലോകത്തെവിടുന്നും വരുന്നില്ല. മീഡിയ അതാണ് പലതും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇറാനിൽ കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അവർ നമ്മുടെ വേദനയാണ്. ആ രാഷ്ട്രത്തിന്റെ പരമാധികാരം നമ്മുടെ വേദനയാണ്. അതേ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു പോകണം. എന്താ, ബഷാർ അൽ ബുർദിന്റെ നേതൃത്വത്തിൽ അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല ചെയ്തപ്പോൾ അതിലൊരു ഉത്തരവാദിത്തം അവിടുത്തെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. അതിനവരെ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയമായ കാരണങ്ങളായിരുന്നില്ല. പിന്നെ പ്രവാചകന്റെ സ്വഹാബത്തിൽ 5 ആളെ കഴിച്ചാൽ ബാക്കിയവർക്ക് കാഫിറുകളാണ്. അബൂ ലുഅലുഅത്തി എന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊലയാളിക്ക് വേണ്ടി ജാറമൊരുക്കി അതിൽ പ്രാർത്ഥിക്കുന്നവരാണവർ. അവർക്ക് സ്വതന്ത്രമായ ഖുർആനുണ്ട്, അനുബന്ധങ്ങളുണ്ട്. അതുകൂടി ഇതിനിടയിൽ വെളിപ്പിച്ചെടുക്കുന്ന പ്രക്രിയക്ക് ആരൊക്കെ ആഹ്വാനം ചെയ്താലും അത് അഡ്രസ് ചെയ്ത് പോകാനേ പറ്റൂ. അല്ലാത്തൊരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല.
വിഷയങ്ങളെ വിഷയങ്ങളായി കണ്ടുപോകാൻ നമുക്ക് പറ്റണം. സാമ്രാജ്യത്വവും അധിനിവേശവും അരുങ്കൊലകളും മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളും, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അതിന്റെ കൂടെ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും നിൽക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെ ഗൗരവത്തിൽ കണ്ടുപോകണം. ബന്ധങ്ങൾ പലതും ശിഥിലമാണ്. ജ്യേഷ്ഠനും അനിയനും കാണുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ പക പൊന്തുന്നുണ്ട്. അയൽക്കാരനോട് പിണക്കമാണ്, അല്ലെ? പാർട്ടി പ്രവർത്തകരോട് പിണക്കമാണ്, സംഘടനാ പ്രവർത്തകരോട് പിണക്കമാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് ആരോടും പിണങ്ങാം, വിഷയത്തിലാകണം പിണക്കം. എനിക്ക് നിങ്ങളോടൊരു വിഷയത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ അതിൽ ചുരുക്കണം, അല്ലെ? കാണണ്ട, മിണ്ടണ്ട എന്നൊക്കെ പറയാണ്. കൃത്യമായി ആലോചിക്കുക. അതുകൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്താ? യൂസുഫ് അലൈഹിസ്സലാമയെ കിണറ്റിലിട്ട മനുഷ്യർ, ആ കുട്ടികൾക്ക് ആ വാപ്പ കൊടുത്തൊരു ഉത്തരണ്ട്. അവസാനം എല്ലാം പൊളിഞ്ഞപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ സഭയിൽ എത്തിയപ്പോ, വാപ്പാ ഞങ്ങൾക്ക് തെറ്റുപറ്റി, വാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ, സസ്തഗ്ഫിറു ലക്കും റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന പറഞ്ഞത്, അല്ലെ? ഇബ്രാഹിമിനെ, യൂസുഫിനെയും ബിന്യാമീനെയും ഒക്കെ നഷ്ടപ്പെടുത്തി ദീർഘകാലം കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നാണ്. അത്ര വരെ ചെയ്തിട്ട് പുറത്തു കൊടുത്തെങ്കിൽ ആർക്കു വേണ്ടിയാണ്? ജേട്ടനും അനിയനും സുഹൃത്തും പലരും പിണങ്ങിക്കഴിയുന്നത് ആർക്കു വേണ്ടിയാണ്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്? ഞാൻ ഉറപ്പ് പറയാം, നോറ്റ നോമ്പൊന്നും റബ്ബിലേക്ക് എത്തില്ല. ഇതാർക്ക് കൊണ്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, ഓതിയ ഖുർആൻ പാരായണമൊന്നും പടച്ചോന്റെ അടുത്തേക്ക് എത്തൂല, നിസ്കാരങ്ങൾ എത്തൂല. ശത്രുതയിൽ ജീവിക്കാണ്, കത്തിക്കുത്തിന് പോകേണ്ടതില്ല. മനസ്സിലെ വൈര്യങ്ങൾ അത് വെച്ചൊരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് കുടുംബ സന്ദർശനങ്ങൾ നടക്കണം. ഇന്ന് പെരുന്നാളില്ലാത്ത കുറെ ആളുകളുണ്ട്, ഭക്ഷണപാത്രത്തിന്റെ അരികിൽ മാത്രം ജീവിക്കുന്ന സഹോദരിമാര്. അവർക്ക് ദിക്റില്ല, പ്രാർത്ഥനയില്ല, നിസ്കാരമില്ല. അവർക്ക് ഒരു മാക്സ് ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാകും, അതാണ് അവരുടെ പെരുന്നാള്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് പറയാ, അൽഹംദുലില്ലാ പറഞ്ഞോളൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തെടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി വീട്ടിൽ വെയ്യാതെ കിടക്കുന്ന ആളുകൾ ഉണ്ടാകും, അവരെ ഒന്ന് വീട്ടിന്റെ പുറത്തേക്ക് കൊണ്ടുവരണം. കുളു മണാലിയിലേക്ക് ടൂർ ഏർപ്പാടാക്കിയാൽ മാതാപിതാക്കൾക്ക് ആ ടൂറിൽ വരാൻ പറ്റില്ല. 5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് കാറ്റുകൊണ്ടിരിക്കാൻ പോകുന്നിടത്തേക്ക് വിളിക്ക്, അപ്പൊ അവർ നിങ്ങളുടെ കൂടെ വരും, അല്ലെ? ശയ്യാവലംബികൾ ഉണ്ടാകും, അവരടുത്തേക്ക് സമ്മാനങ്ങളും കൊണ്ട് നമ്മൾ പോകണം, അല്ലെ? വേറെ എവിടെ പോയില്ലെങ്കിലും രോഗബാധിതരായ ആളുകൾ ഉണ്ടാകും, അവരോട് നമ്മൾ സംസാരിക്കണം. നാളെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും മുമ്പ് നമുക്ക് ഗൗരവതരമായ ആലോചനകൾ ഉണ്ടാകണം എന്നീ ഘട്ടത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആഘോഷത്തിന്റെ പേരിൽ ഇതൊക്കെ കഴിഞ്ഞ് ഇനി സിനിമക്ക് പോകുന്ന, പടക്കം പൊട്ടിക്കുന്ന ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നവരിൽ ഇവിടെ ഇരിക്കുന്ന ആരുണ്ടാകരുത്, നമ്മുടെ മക്കൾ ഉണ്ടാകരുത്. ഇസ്ലാം പഠിപ്പിച്ച ആഘോഷത്തിൽ റോഡിന് ബ്ലോക്കില്ല, അവിടെ ആഘോഷം കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഇല്ല, അത് ശുദ്ധീകരിക്കാൻ വേണ്ടി രാഷ്ട്രീയ ചേരിതിരിവുകളില്ല. ഓരോരുത്തരും അവരുടെ ആരാധന നിർവഹിച്ച് അവരവരുടെ വേസ്റ്റ് ഉപേക്ഷിച്ച് പോകുന്നില്ല, അല്ലെ? അതുകൊണ്ട് സംശുദ്ധിയുടെ ഇസ്ലാമിക തത്വത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംവിധാനങ്ങൾ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകണം. മദ്രസയിലേക്ക് അഡ്മിഷൻ നടക്കാനിരിക്കുകയാണ്. മദ്രസക്ക് വേണ്ട ഇടം നമ്മൾ ഒരുക്കി കഴിഞ്ഞു, അതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ കുട്ടികളെ ഖുർആനും സുന്നത്തും ദീന് അതിന്റെ ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുക. അപ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കും വിധം അവരെ വളർത്താൻ പറ്റുള്ളൂ. ചെറിയ റിസ്കുകളൊക്കെ ഉണ്ട്, ചുറ്റുമുള്ളവരുടെ നോട്ടങ്ങൾ ഉണ്ടാകും, ചുറ്റുമുള്ളവരുടെ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ ഒരു ബുദ്ധിമുട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വരില്ല എന്നീ ഘട്ടത്തിൽ എല്ലാവരെയും പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന അടിസ്ഥാന ആശയത്തിന്റെ സാരാംശം ഉൾക്കൊണ്ട ഒരാൾക്ക് ഒരു ഭയം ഉണ്ടാവില്ല, അയാൾക്ക് ഒരു ആശങ്ക ഉണ്ടാവില്ല. ഞാൻ മരിച്ചാൽ പറ്റിയ കുട്ടികൾ എന്താ ചെയ്യുക എന്നുള്ള പേടി അയാൾക്ക് ഉണ്ടാവില്ല. ഓരോ ഉറുമ്പിനും പ്രാണിക്കുള്ള റിസ്ക് പടച്ചോടെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്റെ കുട്ടികളും ജീവിക്കും എന്ന് അയാൾക്ക് ആലോചിക്കാൻ പറ്റും. ആ നിലയ്ക്ക് കാര്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അടുപ്പങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യം പകരണം, ജീവിതത്തിന് കൂടുതൽ അർത്ഥങ്ങൾ നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദന തിന്ന് കഴിയുന്ന ആയിരങ്ങൾക്ക് അല്ലാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരിക വേദനകളും രോഗങ്ങളും കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവർ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അവർക്കൊക്കെ അല്ലാഹു പൂർണ്ണ ആരോഗ്യവും ആശ്വാസവും നൽകി, ദീർഘായുസ് നൽകി നമ്മുടെ കൂടെ ജീവിച്ച് ഇനിയും ഒരുപാട് ഈദുകളിൽ, നോമ്പുകളിൽ, അനുഷ്ഠാനങ്ങളിൽ, ആരാധനകളിൽ പങ്കെടുക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തെമ്പാടും ഉള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ ഇടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിനെയും ബർക്കത്തിനെയും കൊടുക്കുമാറാകട്ടെ. അവരുടെ നാടുകളെ അവർക്ക് അല്ലാഹു തിരിച്ചേൽപ്പിക്കുമാറാകട്ടെ. പ്രയാസത്തിലും യുദ്ധഭീതിയിലും കഴിയുന്ന പ്രവാസികളായ സുഹൃത്തുക്കളുണ്ട്. ആ പ്രവാസികളെ കുറിച്ച് ആലോചിച്ച് അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. റൂമുകളിൽ നിന്ന് റോക്കറ്റുകൾ പറക്കുന്നത് കാണേണ്ടി വരുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് മനസ്സിന് ധൈര്യം കൊടുക്കട്ടെ. അവന്റെ സുരക്ഷിതത്വത്തിന്റെ വലയങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കുമാറാകട്ടെ. ഭ്രാന്തമായി ചിന്തിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാരെ അല്ലാഹു തകർക്കുമാറാകട്ടെ. ഭ്രാന്തമായി ചിന്തിക്കുന്ന രാഷ്ട്രത്തിന്റെ നേതാക്കന്മാരെ അല്ലാഹു തകർക്കുമാറാകട്ടെ. അഹ്ലുസുന്നക്ക് അല്ലാഹു കരുത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹപ്രായമെത്തിയവർക്ക് അല്ലാഹു വിവാഹത്തെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ.
വിധവകൾക്കും വിഭാര്യന്മാർക്കും അല്ലാഹു അവരുടെ സ്വകാര്യതകളിൽ ഏറ്റവും സൂക്ഷ്മമായി ജീവിച്ച് റബ്ബിനെ കണ്ടുമുട്ടാനും ഇടയെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരിൽ അല്ലാഹു ഒരിക്കലും നമ്മളെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.